ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. സദ്യയിലെ ഏറ്റവും ലളിതവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു വിഭവമാണ് ഓലൻ. കുമ്പളങ്ങയും വൻപയറുമാണ് ഇതിലെ പ്രധാന ചേരുവകൾ. എന്നാൽ ചിലയിടങ്ങളിൽ ഇവയ്ക്കൊപ്പം മത്തങ്ങയുടെയും വള്ളിപ്പയറിൻ്റെയും ഒത്തുചേരലുകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തു തന്നെ ആയാലും ഓലൻ്റെ സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തലേ ദിവസം കുതിരാനായി വെള്ളത്തിലിട്ട് വെച്ച അരക്കപ്പ് വൻപയറാണിത്. ഏകദേശം ഒരു 8 മണിക്കൂറോളം ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 4 മുതൽ 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായി ശ്രമിക്കുക. ഇത് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് കുമ്പളങ്ങയാണ്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർന്ന വൻപയറും വേവാൻ ആവശ്യമായിട്ടുള്ള 1.5 കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുക. നന്നായി കുതിർന്ന പയറാണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ ധാരാളമാണ്. അതിനുശേഷം പയർ ഈ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റുക. കുമ്പളങ്ങ ഈ വെള്ളത്തിൽ തന്നെയാണ് വേവിക്കുന്നതെങ്കിൽ ഓലന് വെള്ള കളറ് കിട്ടാനായിട്ട് പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും 2 കപ്പ് രണ്ടാം പാലും വൻപയറും പിന്നെ നെടുകെ പിളർന്ന 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഈ കറിയിലുണ്ടാവുക. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിളക്കി കുമ്പളങ്ങ നന്നായി തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുക. കുമ്പളങ്ങയെല്ലാം വെന്ത് ചാറ് നന്നായി കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം 1/2 കപ്പ് 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാല് ചേർത്ത ശേഷം കറി തിളയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ചട്ടിയുടെ ചൂട് തന്നെ ഇതിന് ധാരാളമാണ്. ഇതിലേക്ക് ഇനി 2 തണ്ട് കറിവേപ്പില ഞെരടി കീറി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്തിളക്കി ചട്ടി ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം കറി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ തേങ്ങാപ്പാലിൽ വെന്ത് കുറുകി നേർത്ത മധുരത്തോടെ പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഹൃദ്യമായ വാസനയുള്ള നല്ല സൂപ്പർ ഓലൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.